വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച പാവയ്ക്കാനാട്ടാ. ശരിക്കും ഷേപ്പ് കണ്ടപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാതെ എങ്ങനെ കറി വെക്കും. നീ ആ കുട്ടിയൊക്കെ വൈകിട്ട് വരുമ്പോഴേക്കും പാവയ്ക്ക വറുത്തരച്ച് കറി വെക്കണമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഈ ക്രാഫ്റ്റ് വീഡിയോ എടുത്തിട്ട് വേണം 4 മണിക്കുള്ളിൽ വറുത്തരച്ച് കറി വെക്കാനായിട്ട്. ടാസ്ക്. ഒപ്പം ഒരു ക്യാരറ്റും 2-3 ഈർക്കിലുവേ. ക്യാരറ്റ് ഇതേ ചെത്തി കുറിപ്പിച്ച് ഒരു ചുണ്ട് പോലാക്കി മാറ്റി വെക്കുവാണേ. വണ്ണമുള്ള ഒരു പാവയ്ക്ക നോക്കി എടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ. ഇവ തമ്മിൽ ജോയിൻ ചെയ്യും മുമ്പേ ഇന്ന് വന്നൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടാ. ശരിക്കും എന്താ സംഭവം? മാറ്റ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. കിച്ചണിലാണ് ഞാൻ കൂടുതൽ സമയം ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വലുതും, പിന്നെ നമ്മുടെ പാത്രം കഴുകാനായിട്ട് സിങ്കിന്റെ താഴെയായിട്ട് ചെറുതും. ഇതിന്റെ അടിവശത്ത് നല്ല പക്ക റബ്ബറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടൈലിലിട്ട സ്ലിപ്പായി പോകുന്ന പേടിക്കണ്ട. നമ്മൾ തന്നെ വിചാരിച്ചാൽ അത് മാറത്തുള്ളേ. ഇനി നമുക്ക് തണുപ്പടിക്കാതെ ഒന്ന് കുക്ക് ചെയ്യാം. പ്രോഡക്റ്റ് ഇതായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മുഴുവൻ പാവയ്ക്കയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസ് ഈർക്കിലോണ്ടാണ് കേട്ടോ കണക്ട് ചെയ്യാൻ പോകുന്നത്. വാലായിട്ടേ ലാസ്റ്റ് ഒരു പീസ് ഇങ്ങനെ അങ്ങ് കുത്തി വെക്കുവാണേ. ഇത് നമ്മുടെ ക്യാരറ്റ് ചുണ്ടും കണ്ണിന് 2 കുരുമുളകും കൂടി കുത്തി വെക്കുവാണേ. വറുത്തരയ്ക്കാനുള്ള നമ്മുടെ പാവക്ക കൂട്ടിന് എങ്ങനെ ഇടുന്നൊക്കെ കൊള്ളാവോ? വേഗം പണി തുടങ്ങിട്ടേട്ടാ. കിട്ടിയ